ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് SIT. കട്ടളപ്പാളി കേസിലാണ് അറസ്റ്റ്. നേരത്തെ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെ മൊഴികളാണ് വാസുവിന് കുരുക്കായത്. 2 ദിവസം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് SITയുടെ നടപടി. റിമാൻഡിലായ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. TV പ്രസാദോട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, 5ാമത്തെ അറസ്റ്റാണ്. ഇതിലേറ്റവും നിർണായകമായ അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഏറ്റവും സ്വാധീനശേഷിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം കമ്മീഷണറായും 2 വർഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായും ഇരുന്ന CPM സഹയാത്രികൻ കൂടിയായ എൻ വാസുവാണ് ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റായി മാറുകയല്ലേ, ഉന്നതങ്ങളിലേക്ക് പോകും. നമ്മൾ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എൻ വാസുവിലേക്ക് അറസ്റ്റ് നീങ്ങുന്നു എന്നുള്ള വാർത്ത. ആ വാർത്ത നമ്മളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്, ആദ്യം ബ്രേക്ക് ചെയ്തിരുന്നതും. ഇപ്പോൾ ഉന്നതങ്ങളിലേക്ക് പോവുകയാണോ SIT? ഉറപ്പായും അരുൺ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായകമായ അറസ്റ്റാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ സ്വാധീനശേഷിയുള്ള CPIMന്റെ സന്തത സഹചാരിയായ എൻ വാസു ഒടുവിൽ അങ്ങനെ അഴിക്കുള്ളിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 2019 ഫെബ്രുവരി മാസത്തിൽ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. അന്ന് ദേവസ്വം ബോർഡിനൊരു കത്ത് കൊടുക്കുന്നു ദേവസ്വം കമ്മീഷണർ. ചെമ്പുപാളി നവീകരിക്കുന്നതിന് വേണ്ടി, ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കത്ത്. പിന്നീട് ആ കത്ത് ഉത്തരവായി ഇറങ്ങുമ്പോഴും സ്വർണം മാറി ചെമ്പുപാളി എന്നാകുന്നു. 998ലും 99ലുമായി വിജയ് മല്യയുടെ നേതൃത്വത്തിൽ ശ്രീകോവിലപ്പാടെ സ്വർണം പൊതിഞ്ഞു എന്ന കാര്യം വ്യക്തമായി അറിയാവുന്ന അന്നത്തെ ഉദ്യോഗസ്ഥനാണ് എൻ വാസു. ആ എൻ വാസു തന്നെയാണ് ഇത് ചെയ്തത്. 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് 14 വരെയുള്ള കാലയളവിൽ ആ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിൽ നിന്നുണ്ടായ ആ നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ലാഭമുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറാൻ ഇടവന്നതെന്നും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റുകയാണ്. കൊട്ടാരക്കര സബ് ജയിലിലേക്ക് എൻ വാസുവിനെ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രണ്ട് ദിവസം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് SIT ചോദ്യം ചെയ്തതിന് ശേഷമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 2 തവണ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു CPM സഹയാത്രികനാണ്. കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കട്ടളപ്പാളിയിലെ ഇത് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി, സ്വർണം ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി എന്നതാണ് എൻ വാസുവിനെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണമുണ്ടായിരുന്നിട്ടും അത് തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട കുറ്റം. എൻ വാസു ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. Meet the editors.